ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മളൊരു മിഡ് നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് കേരളാസ് ഫസ്റ്റ് എവർ മിഡ് നൈറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെൻഡർ ലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഏപ്രിൽ 5-6 തീയതികളിലാണ് ഇത് നടക്കുന്നത്. അതായത് ഇന്നും നാളെയും ശനി ഞായറുമായിട്ടാണ് ഇത് നടക്കുന്നത്. പെർ പേഴ്സൺ 100 റുപ്പീസിൻ്റെ ടിക്കറ്റ് വരുന്നുണ്ട്. കൂടെ നമുക്ക് സ്റ്റാമ്പും ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഇതിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴേക്കും കുറേ സ്റ്റോൾസ് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. വൈകിട്ട് 4 മണി തുടങ്ങി രാത്രി 12 മണി വരെയാണ് നമുക്ക് ഈ മിഡ് നൈറ്റ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിതിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും പല പല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൾസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രസ്സസിൻ്റെയും അതുപോലെ തന്നെ അക്സസറീസിൻ്റെയും ബാഗ്സിൻ്റെയും ഒക്കെ ആയിട്ട് എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് തന്നെയായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുട്ടി കുട്ടി ഫ്രോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മറ്റൊരു സ്റ്റോളിൽ വിഷു സ്പെഷ്യലായിട്ട് കാണിക്കുന്ന വിഷു ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോളിൽ നമ്മൾ കണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള അക്സസറീസ് ആയിരുന്നു. നമ്മൾ ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. പിന്നെ അടുത്തൊരു സെക്ഷനിൽ നമ്മൾ കണ്ടത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയിരുന്നു. ബാഗ്സും അതുപോലെ തന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ബോക്സസും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഹാൻഡ് മെയ്ഡ് ആണെങ്കിൽ കൂടി നല്ല പെർഫെക്ഷൻ ഉള്ളതായിട്ട് തോന്നി. കളറും ഒക്കെ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ ആയിരുന്നു. ചില ഐറ്റംസിനൊക്കെ ഓഫേഴ്സും ഉണ്ടായിരുന്നു. ഈ ക്യൂട്ടായിട്ടുള്ള ബാസ്ക്കറ്റ് 140 റുപ്പീസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതും ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ പീനട്ട് ചട്നി, ടൊമാറ്റോ ചട്നിയുടെയൊക്കെ ഒരു സ്റ്റോളായിരുന്നു. പിന്നെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഹാൻഡ് മെയ്ഡ് സൺ പ്രിൻറ്റഡ് മെത്തേഡ് വെച്ചാണ് ഈ ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സൺലൈറ്റ് വെച്ച് സ്പെഷ്യൽ പേപ്പറിലാണ് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇതെനിക്ക് പുതിയൊരു ഇൻഫോർമേഷൻ കൂടിയായിരുന്നു. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഇയറിങ്സിൻ്റെ സെക്ഷൻ ആയിരുന്നു. ലോങ് ഇയറിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ തന്നെയാണിത്. കൂടെ തന്നെ കുറച്ച് ചെയിൻസിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ ലോക്കറ്റിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കമ്മൽസിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നൊക്കെ കാണാനായിട്ട്. പിന്നെ മറ്റൊരു സെക്ഷനിൽ ഫുൾ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഇതുപോലെ ഡെസേർട്ട് ഐറ്റംസ്, പിന്നെ നാടൻ തട്ടുകട ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ചായ ഉണ്ടായിരുന്നു. കളർഫുൾ ചായകൾ ഉണ്ടായിരുന്നു. കേക്ക്സും പേസ്ട്രീസും മൊമോസും നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായ ചാട്ട്സും അതുപോലെ തന്നെ ബേൽപൂരി, പാനിപ്പൂരി ഒക്കെ അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ എല്ലാം തന്നെ തിരക്കുണ്ടായിരുന്നു. ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പുറത്ത് ഇതേപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെ ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് ഇവിടെ വന്ന് റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കാനും സാധിക്കും. നമ്മളവിടെ ചെന്ന സമയത്ത് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മ്യൂസിക്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരുന്ന് കാണാനായിട്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ മിഡ് നൈറ്റ് മാർക്കറ്റ് ശനി ഞായർ മാത്രമുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ്.